PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഡേ 85 ആണ്. ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണ്? വേൾഡ് ഹിസ്റ്ററിയിൽ ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ആ ഭാഗത്ത് വരുന്ന SCERT ചാപ്റ്റർ ആയിട്ടുള്ള 10th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്ന പകുതി പോർഷൻ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ ബാക്കി ഭാഗം. പിന്നെ വരുന്നത് 6th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 8 മധ്യകാല ലോകം. ഇത്രയാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഇന്നലെ 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്നത് പകുതിയാണ് പഠിക്കാൻ തന്നിരുന്നത്. പക്ഷെ നമ്മൾ ഫുള്ളായിട്ട് ആ ഒരു ചാപ്റ്റർ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കി പഠിക്കാനുള്ള, അതായത് 6th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 8 മധ്യകാല ലോകം എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ പോർഷൻസ് എല്ലാവരും പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി ഈ മധ്യകാല ലോകം എന്ന് പറയുന്ന ചാപ്റ്ററും ഇന്നലെ പകുതി പഠിച്ച കുറേ പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്സ്, അതായത് ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ എന്ന് പറയുന്ന ഭാഗം, ആ ഒരു പോർഷൻ നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് മധ്യകാല ലോകം എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് കടക്കാം. അതിനു മുന്നേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ടെലിഗ്രാം വഴിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് തരുന്ന അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ ക്ലാസ്സുകൾ കഴിഞ്ഞ് തരുന്ന നോട്ട്സ്, PDF, ഇതെല്ലാം നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് ടെലിഗ്രാം വഴിയാണ്. സോ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ ക്ലാസ്സിലോട്ട് കടക്കാം. 6ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മധ്യകാല ലോകം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കോളം തന്നിട്ടുണ്ട്, യൂറോപ്പിലെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. കാലം CE 5ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് CE 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള യൂറോപ്പിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാലഘട്ടം ലോക ചരിത്രത്തിൽ മധ്യകാലം എന്നറിയപ്പെടുന്നു. അപ്പോൾ മധ്യകാലഘട്ടം എന്ന് പറയുന്നത് എവിടം മുതൽ എവിടം വരെയാണ്? CE 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, CE 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് ലോക ചരിത്രത്തിൽ മധ്യകാലം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി മധ്യകാല ഇന്ത്യയുടെ ചരിത്രമാണല്ലോ മുൻ അധ്യായങ്ങളിൽ ചർച്ച ചെയ്തത്. നമ്മൾ പഠിച്ചു അല്ലെ, ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ മധ്യകാല ഇന്ത്യയെല്ലാം പഠിച്ചതാണ്. ഇനി ഇവിടെ ചരിത്രം സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് മുകളിൽ നൽകിയിട്ടുള്ള വിവരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് യൂറോപ്പിലെ ജനങ്ങൾ നിരന്തരമായിട്ട് ആക്രമണങ്ങൾ നേരിട്ടിരുന്നു. ആക്രമണങ്ങളെ ചെറുക്കാൻ രംഗത്ത് വന്ന പ്രഭുക്കന്മാർക്ക് രാജാവ് ഭൂമി വീതിച്ചു നൽകിയിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇനി താഴെ തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ നിന്ന് മധ്യകാല യൂറോപ്യൻ സമൂഹത്തിലെ വിവിധ ഭാഗങ്ങളെ പരിചയപ്പെടാം. അപ്പോൾ മധ്യകാല യൂറോപ്യൻ സമൂഹത്തിലെ വിവിധ ഭാഗങ്ങളാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്, വിവിധ വിഭാഗങ്ങൾ. ആദ്യം രാജാവ്, ദെൻ പ്രഭുക്കന്മാർ, ഇടപ്രഭുക്കന്മാർ, കർഷകർ, ഇങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ട് മധ്യകാല യൂറോപ്പിലെ ജനങ്ങളെ തിരിച്ചിട്ടുണ്ട്. ഓക്കെ, രാജാക്കന്മാരുടെ താഴെ പ്രഭുക്കന്മാരുണ്ട്, അവരുടെ താഴെ ഇടപ്രഭുക്കന്മാരുണ്ട്, അവരുടെയും താഴെയാണ് കർഷകർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം രാജാവിനായിരുന്നു. ഓക്കെ, ഈ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ആർക്കായിരുന്നു? രാജാവിനായിരുന്നു. രാജ്യത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ രാജാവായിരുന്നു. രാജാവ് ഭൂമി ആർക്ക് നൽകി? പ്രഭുക്കന്മാർക്ക് നൽകി. ഇതിനു പകരമായി പ്രഭുക്കന്മാർ രാജാവിന് സൈനിക സേവനം നൽകി. ഓരോ പ്രഭുവും തനിക്ക് ലഭിച്ച ഭൂമിയുടെ ഒരു ഭാഗം ഇടപ്രഭുക്കന്മാർ എന്ന മറ്റൊരു വിഭാഗത്തിന് നൽകി. പകരം പ്രഭുക്കന്മാരിൽ അവരിൽ നിന്നും സേവനങ്ങൾ ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി മധ്യകാല യൂറോപ്പിൽ രൂപപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥിതിയെയാണ് ഫ്യൂഡലിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഫ്യൂഡലിസം? മധ്യകാല യൂറോപ്പിൽ രൂപപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ വിഭാഗമുണ്ട്. ആദ്യം രാജാവുണ്ട്. രാജാവ് ഭൂമി ആരെ ഏൽപ്പിച്ചു? പ്രഭുക്കന്മാരെ ഏൽപ്പിച്ചു. പകരം പ്രഭുക്കന്മാർ രാജാവിന് സേവനം
സേവനം നൽകി. ഈ പ്രഭുക്കന്മാർ അവരുടെ ഭൂമി ആരിൽ കേൾപ്പിച്ചു? കുറച്ചു ഭാഗം ഇടപ്രഭുക്കന്മാർ എന്ന് പറയുന്ന മറ്റു വിഭാഗത്തിന് നൽകി. പകരം പ്രഭുക്കന്മാർ എന്ത് ചെയ്തു? അവരിൽ നിന്നും സേവനങ്ങൾ ആവശ്യപ്പെട്ടു. ഇങ്ങനെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി മധ്യകാല യൂറോപ്പിൽ രൂപപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥിതിയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഫ്യൂഡലിസം എന്നാണ് വിളിക്കുന്നത്. ഫ്യൂഡൽ സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ളവർ ആരാണ്? കർഷകരാണ്, അല്ലെ? ഏറ്റവും താഴെ തട്ടിലുള്ളവരാണ് കർഷകർ. ഫ്യൂഡൽ സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ളവരാണ് കർഷകർ. സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗവും ആര് തന്നെയാണ്? കർഷകർ തന്നെയാണ്. ഫ്യൂഡൽ സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ളവർ കർഷകരാണ്. സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗവും ആര് തന്നെയാണ്? കർഷകർ തന്നെയാണ്. പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളിലും വീടുകളിലും ജോലി ചെയ്യാൻ ഇവർ നിർബന്ധിതരായിരുന്നു. പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളിലും വീടുകളിലും ജോലി ചെയ്യാൻ ഈ കൃഷിക്കാർ നിർബന്ധിതരായിരുന്നു. പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശങ്ങളെ മാനർ എന്നാണ് വിളിച്ചിരുന്നത്. പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശങ്ങളെ എന്താണ് വിളിക്കുന്നത്? മാനർ എന്നാണ് വിളിച്ചിരുന്നത്. ഓരോ മാനറിലും കൃഷിഭൂമിക്ക് പുറമെ മേച്ചിൽ സ്ഥലങ്ങൾ, പ്രഭുവിന്റെ വലിയ വീട്, മില്ലുകൾ, കർഷകരുടെ കുടിലുകൾ, പ്രാർത്ഥനാലയം തുടങ്ങിയവ ഉണ്ടായിരുന്നു. ഓരോ മാനർ എടുത്തു കഴിഞ്ഞാൽ, മാനർ എന്ന് വെച്ചാൽ എന്താണ്? പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശങ്ങളാണ് മാനർ. ഓരോ മാനർ എടുത്തു കഴിഞ്ഞാലും കൃഷിഭൂമി അല്ലാതെ എന്തൊക്കെ കാണാൻ പറ്റും? മേച്ചിൽ സ്ഥലങ്ങൾ, പ്രഭുവിന്റെ വലിയ വീട്, മില്ലുകൾ, കർഷകരുടെ കുടിലുകൾ എന്നിവ, പ്രാർത്ഥനാലയം തുടങ്ങിയവയെല്ലാം കാണാൻ പറ്റുമായിരുന്നു. ഇവിടെ ഫ്യൂഡലിസം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം രൂപപ്പെട്ടത്. ഫ്യൂഡ് എന്നാൽ എന്താണ്? ഒരു തുണ്ട് ഭൂമി എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ആ ഒരു വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് ഫ്യൂഡ് എന്ന് പറയുന്ന, ഒരു തുണ്ട് ഭൂമി എന്ന അർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന് പറയുന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന് പറയുന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഇനി നഗരങ്ങൾ, കച്ചവട കൂട്ടായ്മകൾ നോക്കുക. ഫ്യൂഡലിസം നിലനിന്ന മധ്യകാലഘട്ടത്തിന്റെ തുടക്കത്തിൽ കച്ചവടത്തിന് വലിയ പ്രാധാന്യമില്ലായിരുന്നു. മാനറുകളിലെ ഉൽപ്പന്നങ്ങൾ അവിടെ തന്നെ വിനിയോഗിച്ചു. ഓരോ പ്രദേശത്തും സംഘടിപ്പിക്കപ്പെട്ട ചന്തകളിലൂടെയാണ് ഉൽപ്പന്നങ്ങളും കാർഷികോപകരണങ്ങളും വിനിമയം ചെയ്തത്. CE 11-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ നിരവധി പുതിയ നഗരങ്ങൾ വളർന്നു വന്നു. CE 11-ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിൽ നിരവധി പുതിയ നഗരങ്ങൾ വളർന്നു വന്നു. കച്ചവട പ്രാധാന്യമുള്ള സ്ഥലങ്ങളും കരകൗശല വ്യവസായ കേന്ദ്രങ്ങളുമാണ് നഗരങ്ങളായി മാറിയത്. തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചും ചില നഗരങ്ങൾ ഉയർന്നു വന്നു. ഇറ്റലി ആയിരുന്നു ഇത്തരത്തിലുള്ള പുതിയ നഗരങ്ങൾ ആദ്യം രൂപപ്പെട്ടത്. ഇറ്റലിയിലാണ് പുതിയ നഗരങ്ങൾ ആദ്യം രൂപപ്പെട്ടത്. ഏഷ്യൻ രാജ്യങ്ങളുമായും പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളുമായും ഇറ്റലിയിലെ നഗരങ്ങൾ കച്ചവടം നടത്തിയിരുന്നു. വെനീസ്, മിലാൻ, ഫ്ലോറൻസ്, ജനോവ എന്നിവയായിരുന്നു ഇറ്റലിയിലെ പ്രധാന നഗരങ്ങൾ. ഇറ്റലിയിലെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാണ്? വെനീസ്, മിലാൻ, ഫ്ലോറൻസ്, ജനോവ എന്നിവയായിരുന്നു. ന്യൂറംബർഗ്, കോൺസ്റ്റാന്റിനോപ്പിൾ എന്നിവയും അക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു. ന്യൂറംബർഗ്, അതുപോലെ തന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ, തുർക്കി എന്നിവയും അക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് സുഗന്ധവ്യഞ്ജനങ്ങൾ, രത്നങ്ങൾ, തുണിത്തരങ്ങൾ തുടങ്ങിയവ പ്രധാനമായും എത്തിയത് ഈ നഗരങ്ങളിലേക്കായിരുന്നു. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെ സുഗന്ധവ്യഞ്ജനങ്ങളും രത്നങ്ങളും തുണിത്തരങ്ങളും ഒക്കെ പ്രധാനമായും എത്തിയിരുന്നത് ഈ രാജ്യങ്ങളിലോട്ടായിരുന്നു. അവിടെ നിന്നാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയിരുന്നത്. മധ്യകാലഘട്ടത്തിൽ ഉയർന്നു വന്ന മിക്ക നഗരങ്ങൾക്കും സ്വന്തമായ ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. ഉയർന്നു വന്ന ഓരോ നഗരങ്ങൾക്കും എന്തുണ്ടായിരുന്നു? അവർക്ക് സ്വന്തമായ ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. ഓരോ നഗരവും വലിയ ചുറ്റുമതിലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. ശുചീകരണ കാര്യത്തിൽ വളരെ പിന്നോക്കമായിരുന്നതിനാൽ ഇത്തരം നഗരങ്ങൾ പ്ലേഗ് പോലുള്ള രോഗങ്ങൾ, പകർച്ചവ്യാധികളുടെ ഭീഷണിയിലായി എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. നോക്കുക, കറുത്ത മരണം, പ്ലേഗിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പ്ലേഗ് പോലുള്ള പകർച്ചവ്യാധി, ശുചീകരണം കുറവായതുകൊണ്ട് പ്ലേഗ് പോലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടായിരുന്നു. അപ്പോൾ കറുത്ത മരണം നോക്കുക. രാവിലെ ഉറ്റവരോടൊപ്പം പ്രാതൽ കഴിച്ച് രാത്രി പരലോകത്ത് പൂർവികരോടൊപ്പം അത്താഴം കഴിക്കേണ്ടി വന്ന എത്രയെത്ര ധീരരായ പുരുഷന്മാരും സുന്ദരികളായ സ്ത്രീകളും.
രോഗബാധിതരായ 10,000 ശുശ്രൂഷിക്കാൻ ആളില്ലാതെ നിരാശ്രയരായി മരിച്ചു വീഴുന്നു. ചിലർ പാതയോരങ്ങളിൽ ജീവൻ വെടിഞ്ഞപ്പോൾ മറ്റു ചിലരാകട്ടെ സ്വന്തം വീടുകളിൽ അന്ത്യശ്വാസം വലിച്ചു. ജീർണിച്ച മൃതശരീരങ്ങളിൽ നിന്ന് വമിച്ച ദുർഗന്ധത്താൽ നിന്നായിരുന്നു വീടുകളിൽ ആളുകൾ മരിച്ചു കിടക്കുന്ന വിവരം പുറം ലോകം അറിഞ്ഞത്. സെമിത്തേരിയിൽ സംസ്കരിക്കാൻ കഴിയാതെ ശവശരീരങ്ങൾ കൂമ്പാരങ്ങളായി കിടന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ബൊക്കാച്ചിയോ ദക്കാമറൺ എന്ന് പറയുന്ന ഇതിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. മധ്യകാല നഗരങ്ങൾ നേരിട്ട ഏറ്റവും വലിയ ഭീഷണിയായിരുന്നു പ്ലേഗ് എന്ന രോഗം. അപ്പോൾ പ്ലേഗിനെ കുറിച്ചാണ് പറയുന്നത്. മധ്യകാല നഗരങ്ങൾ നേരിട്ട ഏറ്റവും വലിയ ഭീഷണി എന്താണ്? പ്ലേഗ് എന്ന് പറയുന്ന രോഗമായിരുന്നു. പ്ലേഗ് ബാധിച്ച ഒരു നഗരത്തിന്റെ ചിത്രമാണ് ബൊക്കാച്ചിയോ നൽകുന്നത്. ഓക്കെ, ബൊക്കാച്ചിയോ പറയുന്നത് പ്ലേഗ് ബാധിച്ച ഒരു നഗരത്തിന്റെ ചിത്രമാണ്. തുറമുഖ നഗരങ്ങളായിരുന്നു പ്ലേഗിന്റെ ഭീഷണി പ്രധാനമായും നേരിട്ടത്. കപ്പലുകളിൽ ചരക്കുകൾക്കൊപ്പം എത്തിച്ചേർന്ന എലികളായിരുന്നു പ്ലേഗ്. അപ്പോൾ പ്ലേഗ് വരുത്തിയത് ആരാണ്? എലികളാണ്. ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിനിടാക്കിയ പ്ലേഗ് അന്ന് കറുത്ത മരണം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പ്ലേഗ് അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? കറുത്ത മരണം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. CE 1300 73 ദശലക്ഷം ഉണ്ടായിരുന്ന യൂറോപ്പിലെ ജനസംഖ്യ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ എന്തായി? 45 ദശലക്ഷമായിട്ട് മാറി. ഓക്കെ, പ്ലേഗ് കാരണം എല്ലാവരും മരണപ്പെട്ടുകൊണ്ടിരുന്നു. 73 ദശലക്ഷം ഉണ്ടായിരുന്ന ആളുകൾ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും 45 ദശലക്ഷമായിട്ട് കുറഞ്ഞു. ഓക്കെ, അപ്പോൾ കറുത്ത മരണം എന്നറിയപ്പെടുന്ന പ്ലേഗ് ഓർത്തിരിക്കുക. ഇനി യൂറോപ്പിൽ പുതുതായി വളർന്നു വന്ന നഗരങ്ങൾ കരകൗശല വ്യവസായത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും കേന്ദ്രങ്ങളായിരുന്നു. ഈ നഗരങ്ങളിലെ കച്ചവടക്കാർ ഗിൽഡുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ നഗരങ്ങളിലെ കച്ചവടക്കാർ ഗിൽഡുകൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടായ്മകൾ രൂപീകരിച്ചു. യൂറോപ്പിൽ പുതുതായി വളർന്നു വന്ന നഗരങ്ങൾ കരകൗശല വ്യവസായത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും കേന്ദ്രങ്ങളായിരുന്നു. ഈ നഗരങ്ങളിലെ ജനങ്ങൾ അല്ലെങ്കിൽ കച്ചവടക്കാർ എന്താണ്? ഗിൽഡുകൾ എന്നറിയപ്പെടുന്ന കൂട്ടായ്മകൾ രൂപീകരിച്ചു. കച്ചവടക്കാർക്ക് പുറമെ ഇരുമ്പു പണിക്കാർ, സ്വർണ്ണപ്പണിക്കാർ, തുകൽ പണിക്കാർ, മരപ്പണിക്കാർ എന്നിവരും ഗിൽഡുകൾ രൂപീകരിച്ചിരുന്നു. വിവിധ തരം ഉൽപ്പന്നങ്ങളുടെ വില, ഗുണനിലവാരം, തൊഴിലാളികളുടെ ജോലി സമയം എന്നിവ നിശ്ചയിച്ചത് ആരാണ്? ഗിൽഡുകളാണ്. ഓക്കെ, ഉൽപ്പന്നങ്ങളുടെ വിലയും ഗുണനിലവാരവും തൊഴിലാളികളുടെ ജോലി സമയവും എല്ലാം നിശ്ചയിച്ചത് ആരാണ്? ഗിൽഡുകൾ എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മയാണ്. അടുത്തത് വിജ്ഞാനവും കലയും മധ്യകാല യൂറോപ്പിൽ. നോക്കുക, മധ്യകാല യൂറോപ്പിൽ വിജ്ഞാനം, കല എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ പുരോഗതി ഉണ്ടായി. ക്രിസ്ത്യൻ പള്ളികളും സന്യാസി മഠങ്ങളും ആയിരുന്നു വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ. സന്യാസി മഠങ്ങളോടനുബന്ധിച്ച് ലൈബ്രറികൾ ഉണ്ടായിരുന്നു. അച്ചടി സമ്പ്രദായം ഇല്ലാതിരുന്ന കാലത്ത് പല പുസ്തകങ്ങളുടെയും കയ്യെഴുത്ത് പ്രതികൾ ഉണ്ടാക്കി സന്യാസി മഠങ്ങളിൽ സൂക്ഷിച്ചിരുന്നു. നമ്മൾ ഓരോ ലൈൻ ബൈ ലൈൻ വായിക്കുന്നുണ്ട്, കാരണം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോകേണ്ട കാര്യങ്ങൾ വായിച്ചു പോകാം, ഊന്നി പറയേണ്ട കാര്യങ്ങൾ നമ്മൾ ഊന്നി പറയാം. ഓക്കെ, നോക്കുക, മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ നിരവധി സർവകലാശാലകൾ ഉണ്ടായിരുന്നു. വിജ്ഞാനത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു അവ. അപ്പോൾ അന്നുണ്ടായിരുന്ന യൂറോപ്പിൽ നിലനിന്നിരുന്ന സർവകലാശാലകൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഇറ്റലിയിൽ ഉണ്ടായിരുന്നതാണ് പാവിയ, പാദുവ. പാവിയ, പാദുവ. സ്പെയിനില് പാർമ, കൊർദോവ. ഫ്രാൻസില് പാരീസ്, ടുലോസ്. ഇംഗ്ലണ്ടില് ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്. നമ്മളിതിലിപ്പോൾ കുറേയൊക്കെ കേട്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇറ്റലിയിലുള്ള സർവകലാശാലകളാണ് പാവിയ, പാദുവ. സ്പെയിനിലെ പാർമ, കൊർദോവ. ഫ്രാൻസിലെ പാരീസ്, ടുലോസ്. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്. മധ്യകാലഘട്ടത്തിൽ നിർമ്മിച്ച ക്രിസ്ത്യൻ പള്ളികൾ അക്കാലത്തെ വാസ്തുവിദ്യാരംഗത്തെ നേട്ടങ്ങൾക്ക് ഉദാഹരണമാണ്. കമാനങ്ങളും വിശാലമായ മുറികളും അക്കാലത്ത് നിർമ്മിച്ച പള്ളികളുടെ പ്രത്യേകതകളാണ്. റോമനസ്ക് ശൈലി എന്നാണ് ഈ നിർമ്മാണ രീതി അറിയപ്പെട്ടിരുന്നത്. റോമനസ്ക് ശൈലി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. CE 12-ാം നൂറ്റാണ്ടോടുകൂടി ഗോഥിക് എന്നറിയപ്പെടുന്ന ഒരു പുതിയ നിർമ്മാണ ശൈലി നിലവിൽ വന്നു. കൂർത്ത ഗോപുരങ്ങൾ ഈ ശൈലിയുടെ സവിശേഷതകളാണ്. ഇവിടെ ചിത്രം കാണുന്നുണ്ടല്ലോ അല്ലേ, ഗോഥിക് ശൈലി കണ്ടോ, കൂർത്ത ഇങ്ങനെ ഗോപുരം പോലെ കാണപ്പെടുന്നു. ഇവിടെ റോമനസ്ക് ശൈലി എന്ന് പറയുന്നത് ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഇനി മധ്യകാല ചൈനയും അറബ് ലോകവും. മധ്യകാല യൂറോപ്പിനെ കുറിച്ചാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത് അല്ലേ. മധ്യകാലഘട്ടത്തിൽ വിജ്ഞാനത്തിൻ്റെയും കലയുടെയും മേഖലയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയവരാണ് ചൈനക്കാരും അറബികളും. അച്ചടി യന്ത്രം, വെടിമരുന്ന് എന്നിവ ചൈനക്കാരുടെ കണ്ടുപിടുത്തങ്ങളാണ്. അച്ചടി യന്ത്രം, വെടിമരുന്ന് എന്നിവ ആരുടെ കണ്ടുപിടുത്തങ്ങളാണ്? ചൈനക്കാരുടെ കണ്ടുപിടുത്തങ്ങളാണ്.
ഇവ ചൈനക്കാരിൽ നിന്നാണ് യൂറോപ്യർ മനസ്സിലാക്കിയത്. അച്ചടി വിദ്യാ വിജ്ഞാനത്തിന്റെ വളർച്ചയെ സഹായിച്ചു. കടൽ യാത്രകളിൽ ദിശ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വടക്ക് നോക്കി യന്ത്രവും ചൈനക്കാരുടെ കണ്ടുപിടുത്തമാണ്. അപ്പോൾ അച്ചടി യന്ത്രം, വെടിമരുന്ന്, വടക്ക് നോക്കി യന്ത്രം എന്നിവ ചൈനക്കാരുടെ കണ്ടുപിടുത്തമാണ്. വാസ്തുവിദ്യാ രംഗത്തും ചൈനക്കാർ വിദഗ്ധരായിരുന്നു. പഗോഡകൾ എന്നറിയപ്പെടുന്ന ബുദ്ധ ദേവാലയങ്ങൾ അവരുടെ നിർമ്മാണ വൈഭവത്തിന്റെ തെളിവാണ്. ഓക്കെ, പഗോഡകൾ എന്ന് പറയുന്ന ബുദ്ധ ദേവാലയങ്ങൾ ചൈനക്കാരുടെ നിർമ്മാണ വൈഭവത്തിന്റെ തെളിവാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ചൈനീസ് പഗോഡ എന്ന് പറഞ്ഞ പിക്ചറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അച്ചടി യന്ത്രത്തിന്റെ എല്ലാം. ഓക്കെ, ഇനി ശാസ്ത്രം, സാഹിത്യം എന്നീ രംഗങ്ങളിലായിരുന്നു അറബികളുടെ സംഭാവന. ശാസ്ത്രം, സാഹിത്യം എന്നീ രംഗങ്ങളിലായിരുന്നു അറബികളുടെ പ്രധാന സംഭാവന. അൽ റാസി, ഇബ്ന് സിൻ എന്നിവർ വൈദ്യശാസ്ത്ര രംഗത്തെ പ്രതിഭകളായിരുന്നു. ഓക്കെ, അൽ റാസി, ഇബൻ സിന എന്നിവർ വൈദ്യശാസ്ത്ര രംഗത്തെ പ്രതിഭകളായിരുന്നു. അൽ റാസി രചിച്ച വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ് കിതാബുൽ ഹവേ. ചോദിക്കാട്ടോ, കിതാബുൽ ഹവേ ആര് രചിച്ചതാണ്? അൽ റാസി രചിച്ച വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ് കിതാബുൽ ഹവേ എന്ന് പറയുന്നത്. ഇബൻ സിന രചിച്ച പുസ്തകമാണ് അൽ ഖാനൂൻ. ഓക്കെ, ഇബൻ സിന രചിച്ച പുസ്തകം ഏതാണ്? അൽ ഖാനൂൻ ആണ്. ഒമർ ഖയ്യാം രചിച്ചതാണ് റുബായിയാത്ത്. ഓക്കെ, ഒമർ ഖയ്യാം രചിച്ച റുബായിയാത്ത്. ഫിർദൗസിയുടെ ഷാഹ്നാമ, ഓക്കെ, ഫിർദൗസിയുടെ ഷാഹ്നാമ എന്നിവ അക്കാലത്തെ പ്രധാന സാഹിത്യ സൃഷ്ടികളാണ്. പ്രശസ്തമായ 1001 രാവുകൾ അറബികളുടെ മറ്റൊരു സാഹിത്യ സംഭാവനയാണ്. അപ്പോൾ ഈ സാഹിത്യ കൃതികളെല്ലാം തന്നെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അൽ റാസിയുടെ ഏതാണ്? കിതാബുൽ ഹവേ. ഇബൻ സിന രചിച്ചത് അൽ ഖാനൂൻ. ഒമർ ഖയ്യാമിൻ്റെ റുബായിയാത്ത്, ഫിർദൗസിയുടെ ഷാഹ്നാമ, അതുപോലെ തന്നെ അറബികളുടെ പ്രശസ്തമായ ഒരു സംഭാവനയാണ് 1001 രാവുകൾ. പുരാതന ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ കൈവരിച്ച പല നേട്ടങ്ങളും അറബികൾ മനസ്സിലാക്കുകയും അവരിലൂടെ അത് യൂറോപ്പിലേക്ക് എത്തുകയും ചെയ്തു. ഉദാഹരണം 0, ദശാംശ സമ്പ്രദായം തുടങ്ങിയവയാണ്. ഓക്കെ, അപ്പോൾ പുരാതന ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങൾ കൈവരിച്ച പല നേട്ടങ്ങളും അറബികൾ മനസ്സിലാക്കുകയും അവരിലൂടെ അത് യൂറോപ്പിലോട്ട് എത്തുകയും ചെയ്തു. 0, ദശാംശ സമ്പ്രദായം തുടങ്ങിയവയെല്ലാം അങ്ങനെ എത്തിയതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അറബികളുടെ സംഭാവനകൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ ആരൊക്കെ എഴുതിയതാണെന്ന് ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ അതൊന്ന് പൂരിപ്പിക്കുക. ഓക്കെ, മധ്യകാലഘട്ടത്തിലെ യൂറോപ്പിൻ്റെയും ചൈനയുടെയും അറബ് ലോകത്തിൻ്റെയും ചില പ്രധാന സവിശേഷതകളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, നമ്മൾ പറഞ്ഞു 6ാം ക്ലാസ് ആണ്, അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്.